ഹായ് എവ്രി വൺ. ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ക്ലാസ് 6 ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ക്ലാസ് 6 നമുക്ക് സർട്ടൻ ടോപ്പിക്സ് നമുക്കതിൻ്റെ ബ്രോഷറിൽ തന്നിട്ടുണ്ട്. നമുക്കത് കാണാം ഏതൊക്കെയാണ് മെയിൻ ടോപ്പിക്സ് എന്ന്. ഫസ്റ്റ് വൺ ഇസ് നമ്പേഴ്സ്, സെക്കൻഡ് വൺ ഇസ് ഫ്രാക്ഷൻസ്, ബേസിക് ഓപ്പറേഷൻസ്, ആൻഡ് ദെൻ ഡെസിമൽസ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ആവറേജ്, വോളിയം ഓഫ് ക്യൂബ് ആൻഡ് പോളിഗൺസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. നമുക്കിതിനെ ഓരോ ടോപ്പിക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് ഇസ് നമ്പേഴ്സ്. നമുക്ക് നമ്മുടെ നോയിങ് അവർ നമ്പേഴ്സ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓരോ ടൈപ്പ് നമ്പേഴ്സ്, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ്, ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് നമ്പേഴ്സ് നമുക്കറിയാം. ഓരോ നമ്പർ തന്നാലും അതിൻ്റെ പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ, അതെങ്ങനെയാണ് നമ്പേഴ്സ് കമ്പയർ ചെയ്യുന്നത്. കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് ഉണ്ട്, വിച്ച് ഇസ് ബിഗർ, വിച്ച് ഇസ് ലീസ്റ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ വാട്ട് ആർ പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പർ, എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഒരു നമ്പർ തന്നാൽ അതിനെങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം, പ്രൈമിൻ്റെ മൾട്ടിപ്പിളായിട്ട് പ്രോഡക്റ്റായിട്ട്, പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് ഒരു കോമ്പോസിറ്റ് നമ്പറിനെ എങ്ങനെ എഴുതാം. ദെൻ ഡിവിസിബിലിറ്റി റൂൾ. ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അത് 3 വെച്ച് ഡിവിസിബിൾ ആണോ, 9 വെച്ച് ഡിവിസിബിൾ ആണോ എന്നൊക്കെ അറിയാനായിട്ട് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ആണ്. നമ്മൾ ഫ്രാക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ക്ലാസ് 6. ആൻഡ് ദെൻ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഈ 4 ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഫ്രാക്ഷൻസിൽ ചെയ്യാൻ അറിയണം. ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വിച്ച് ഇസ് ഗ്രേറ്റർ, വിച്ച് ഇസ് ലീസ്റ്റ്, ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് എന്തൊക്കെയാണ്, ഒരു ഫ്രാക്ഷൻ്റെ തന്നെ സെയിം ഈക്വലൻ്റ് ഫോംസ് ഒക്കെ തന്നിട്ട് വിച്ച് ഇസ് ഗ്രേറ്റർ, വിച്ച് ഇസ് ഈക്വൽ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് മിക്സ്ഡ് നമ്പർ ഓപ്പറേഷൻസ്, അതായത് പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാനും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. മൾട്ടിപ്ലൈ ചെയ്യാൻ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ വാല്യൂ തന്നിട്ട് അതും ഫ്രാക്ഷനും തമ്മിലുള്ള കോമ്പിനേഷൻസ്, ഓപ്പറേഷൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും, ഇതിനെല്ലാം ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് പോലെ വേർഡ് പ്രോബ്ലംസും ഫ്രാക്ഷൻസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. യൂസിങ് ഫ്രാക്ഷൻസ്, സോൾവിങ് റിയൽ വേൾഡ് പ്രോബ്ലംസ് ഇൻവോൾവിങ് ഫ്രാക്ഷൻസ്. നമുക്ക് ഇപ്പോൾ ഒരു പിസ്സ കട്ട് ചെയ്യുന്നതോ അങ്ങനെയുള്ള ഇത്ര ഫ്രാക്ഷൻ, ഇത്ര എമൗണ്ട് ഒരാൾക്ക് കൊടുക്കണം, ഇത്ര എമൗണ്ട് വേറൊരാൾക്ക് കൊടുക്കണം, വാട്ട് ഈസ് ലെഫ്റ്റ്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു ഫ്രാക്ഷൻസിൻ്റെ പാർട്ടിന് റിയൽ വേൾഡ് പ്രോബ്ലംസ് പോലെ വേർഡ് പ്രോബ്ലംസും എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്ന് ഫ്രാക്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എ നമ്പർ കണ്ടുപിടിക്കാൻ അറിയണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അത്തരം പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ഡെസിമൽസ്. ഫ്രാക്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഡെസിമൽസ്. നമ്മൾ ലോങ് ഡിവിഷൻ അറിഞ്ഞിരിക്കണം. ലോങ് ഡിവൈഡ് ചെയ്ത് ഡെസിമൽ നൊട്ടേഷനിൽ നമ്പേഴ്സിനെ എങ്ങനെ എഴുതാമെന്ന് അറിയണം. അതിൻ്റെ പ്ലേസ് വാല്യൂ 10.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻറ്റിന് ശേഷമുള്ള 0യുടെയും 1ൻ്റെയും പ്ലേസ് വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഡെസിമൽസ് എങ്ങനെ കമ്പയർ ചെയ്യാം. 10.0001 ആൻഡ് 10.001 എന്ന് പറഞ്ഞാലും നമുക്ക് എന്തറിയണം, അതിൽ ഏതാ വലുത് ഏതാ ചെറുതെന്ന് അറിയണം. നമ്പർ ലൈനിൽ ഈ 2 നമ്പേഴ്സ് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് ഫ്രാക്ഷൻസിനെ നമുക്ക് ഡെസിമൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഡെസിമൽസിനെ നമുക്ക് ഫ്രാക്ഷൻസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ആ കൺവേർഷൻ എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കണം. ഡെസിമൽസിലുള്ള ബേസിക് ഓപ്പറേഷൻസ്, അതിൻ്റെ കറക്റ്റ് പ്ലേസ് വാല്യൂ മനസ്സിലാക്കി ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഉള്ള പ്രോബ്ലംസും ഉണ്ടാവും. ഡെസിമൽസ് വെച്ചിട്ടുള്ള എല്ലാ ബേസിക് ഓപ്പറേഷൻസും നമുക്ക് അറിയണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. റേഷ്യോയുടെയും പ്രപ്പോർഷൻ്റെയും ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കണം. അതൊരു കമ്പാരിസൺ ഓഫ് 2 ക്വാണ്ടിറ്റീസ് ആണ്. 2 ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഒരു ക്വാണ്ടിറ്റി, ഒരു ഐറ്റത്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നമ്മളത് ഒരു 10 ഐറ്റത്തിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് ഒരു ഐറ്റത്തിൻ്റെ വാല്യൂയിലേക്ക് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ഒരു 10 or 100 ഐറ്റത്തിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു മെത്തേഡ്. സോ യൂണിറ്ററി മെത്തേഡ്, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് 1 യൂണിറ്റ് എന്താണ്, 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു വാട്ട് എന്ന് കണ്ടുപിടിക്കണം. സോ ആ യൂണിറ്ററി മെത്തേഡും റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ നെക്സ്റ്റ് വൺ ഇസ് ആവറേജ്. ഡേറ്റ ഹാൻഡ്ലിംഗ് ആണ് ഈ ഒരു
ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെൻട്രൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം. സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് 3 കൺസെപ്റ്റാണ് മെയിനായിട്ട് വരുന്നത്: മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ, മീഡിയൻ ആൻഡ് മോഡ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീൻ എന്താണ്, അതിൻ്റെ മീഡിയൻ എന്താണ്, അതിൻ്റെ മോഡ് എന്താണ്, ആൻഡ് ഇഫ് ദർ ഇസ് എനി റിലേഷൻ ബിറ്റ്വീൻ ദം അതും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ആംഗിൾ. ആംഗിൾ അറിയുന്നതിന് മുമ്പ് എന്താണ് ലൈൻ, ലൈൻ സെഗ്മെൻറ്റ് എന്താണ്, ആംഗിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ആംഗിൾ ഉണ്ട്, അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ ആൻഡ് റൈറ്റ് ആംഗിൾ, ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ചില ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്, ചില ആംഗിൾസ് കോംപ്ലിമെൻ്ററി ആണ്, ആൻഡ് ദർ ആർ സെർട്ടൻ ആംഗിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്, ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ വരുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്, ആൻഡ് ദെൻ ലീനിയർ പെയർ ഉണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം കണക്ഷൻ എങ്ങനെയാണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്, ലീനിയർ പെയർ സപ്ലിമെൻ്ററി ആണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ആംഗിൾസായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് വോളിയം ഓഫ് ക്യൂബ്. ക്യൂബ് എന്ന് പറഞ്ഞ ഷേപ്പ് എന്താണെന്ന് അറിയണം. ആ ഷേപ്പിന് എന്തൊക്കെ ടൈപ്പ് മെഷർമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്, ആ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ എന്താണ്, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ വേർഡ് പ്രോബ്ലംസ് ക്യൂബിൽ നിന്ന് അതിൻ്റെ വോളിയം കാണാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് പോളിഗൺ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. പോളിഗണിൽ നമുക്ക് ടൈപ്പ് ഓഫ് പോളിഗൺ ഏതാണ്, കോൺവെക്സ് പോളിഗൺ, അതിൻ്റെ സ്പെഷ്യാലിറ്റി, കോൺകേവ് പോളിഗൺ എന്താണ്, റെഗുലർ പോളിഗൺ എന്താണ്, ആൻഡ് ദെൻ നമുക്ക് ഒരു 3 സൈഡ് തൊട്ട് 10 സൈഡ് വരെയുള്ള പോളിഗൺസിന് സ്പെഷ്യൽ നെയിംസ് ഉണ്ട്. ആ നെയിം എല്ലാം എന്താണ്, പോളിഗണിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്, റെഗുലർ പോളിഗണിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം പോളിഗണും അതിൻ്റെ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് 6th സ്റ്റാൻഡേർഡിൽ മാത്തമാറ്റിക്സിൽ BSOന് വേണ്ടിയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത്. നമുക്ക് 2 സാമ്പിൾ ക്വസ്റ്റ്യനും കൂടി കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, A is to B is equal to 2 is to 3. Find 2A is to 3B. നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് 2A is to 3B എത്രയാണെന്ന് കണ്ടുപിടിക്കണം. യു ക്യാൻ ട്രൈ ദീസ് അറ്റ് ഹോം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഫ്രം പോളിഗൺ ആണ് എടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് നോട്ട് എ പോളിഗൺ. ഇതിലേതാണ് ഒരു പോളിഗൺ അല്ലാത്തത്. നമുക്ക് സ്ട്രെയിറ്റ് അവേ ആൻസർ കിട്ടുന്നൊരു ക്വസ്റ്റ്യനൊക്കെ തന്നെയാണിത്. ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ ആൻഡ് പെൻഡഗൺ. നമുക്കതറിയാമല്ലോ, സർക്കിളാണ് അതിൻ്റെ എന്താ പറയുക, പോളിഗൺ അല്ലാത്തൊരു ഷേപ്പ് എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പോൾ ക്ലാസ് 6ൻ്റെ മാത്തമാറ്റിക്സ് സിലബസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.